ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇംഗ്ലണ്ടിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന അവസാന കത്തോലിക്കനായ വിശുദ്ധ ഒലിവർ പ്ലങ്കറ്റിന്റെ തിരുനാളാണിന്ന്. 1625 നവംബർ 1 അയർലൻഡിലെ ലോഫ്ക്രൂവിലാണ് പ്ലങ്കറ്റിന്റെ ജനനം. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വളരെ സമ്പന്നരായിരുന്നു. 16-ാം വയസ്സ് വരെ വിദ്യാഭ്യാസം നേടിയത് തന്റെ ബന്ധുവും മെത്രാനുമായ പാട്രിക് പ്ലങ്കറ്റിന്റെ മേൽനോട്ടത്തിലാണ്. ആ കാലയളവിൽ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ 2 ഭാഷകൾ അദ്ദേഹം വശമാക്കിയിരുന്നു. തുടർന്ന് വൈദിക പഠനം നടത്തി. ഐറിഷിന്റെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി കഠിനമായി പ്രവർത്തിച്ചിരുന്ന പീറ്റർ സ്ക്രാമ്പിയോടുകൂടി 1647 അദ്ദേഹം റോമിലേക്ക് പോയി. റോമിലെ ഐറിഷ് കോളേജിൽ അദ്ദേഹം വൈദിക പഠനം നടത്തി. അങ്ങനെ 1654 പുരോഹിതനായി തീർന്നു. തുടർന്ന് ഫാദർ പ്ലങ്കറ്റിനെ അയർലൻഡിലെ മെത്രാന്മാരുടെ റോമിലെ പ്രതിനിധിയായി അവർ നിയോഗിച്ചു. അക്കാലത്ത് അയർലൻഡിലുണ്ടായ ക്രോംവെലീനിയൻ ആക്രമണത്തിൽ കത്തോലിക്കർ പരാജയപ്പെട്ടു. തുടർന്ന് അവിടുത്തെ കത്തോലിക്ക സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിക്കപ്പെടുകയാണ് ഉണ്ടായത്. വൈദികരും മെത്രാന്മാരും ഒളിവിൽ പോയി. കത്തോലിക്ക ദേവാലയങ്ങളും സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. രഹസ്യമായി തിരുക്കർമ്മങ്ങൾ ചെയ്തിരുന്ന വൈദികരെ അവർ തെരഞ്ഞു പിടിച്ച് വധിച്ചു. തൽഫലമായി ഫാദർ പ്ലങ്കറ്റിന് വർഷങ്ങളോളം അയർലൻഡിലേക്ക് തിരികെ പോകാൻ സാധിച്ചില്ല. അദ്ദേഹം റോമിൽ തന്നെ താമസിച്ചു. 1669 ജൂലൈ മാസം 1-ാം തീയതി അർമാർഗിലെ മെത്രാപ്പോലീത്തയായി പ്ലങ്കറ്റ് ചുമതലയേറ്റു. അയർലൻഡിൽ തിരിച്ചെത്തിയ അദ്ദേഹം കണ്ടത് വൈദികരുടെ ഇടയിലെ അമിതമായ മദ്യപാനമാണ്. ഈ വൈകല്യത്തെ നമുക്ക് വൈദികരുടെ ഇടയിൽ നിന്നും നീക്കം ചെയ്യാം, അങ്ങനെയെങ്കിൽ അവർ വിശുദ്ധരാകും എന്ന പ്രഖ്യാപനത്തോടെ വൈദികരുടെ ഇടയിലെ ഈ മദ്യപാനത്തിനെതിരെ അദ്ദേഹം കർശനമായ നിയന്ത്രണങ്ങൾ ഒരുക്കുകയാണ് ഉണ്ടായത്. 1670 ഗ്രെഗേഡായിൽ അദ്ദേഹം ഒരു ജെസ്യൂട്ട് കോളേജ് സ്ഥാപിച്ചു. ആ കോളേജിലെ 150 വിദ്യാർത്ഥികളിൽ 40ഓളം പേർ പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു. അയർലൻഡിലെ ആദ്യത്തെ സംയോജിത വിദ്യാലയമായിരുന്നു അത്. ആർച്ച് ബിഷപ്പ് പ്ലങ്കറ്റിന്റെ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നു. 4 വർഷങ്ങൾ കൊണ്ട് 48,000-ഓളം കത്തോലിക്കരെ സഭയിലേക്ക് ചേർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അയർലൻഡിലെ സഭയുടെ ഈ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. 1673 ഇംഗ്ലണ്ടിലെ സഭയെ അംഗീകരിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ള ടെക്സ്റ്റ് ആക്ട് നിലവിൽ വന്നു. തുടർന്ന് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വീണ്ടും കത്തോലിക്ക ദേവാലയങ്ങളും സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. വൈദികരും മെത്രാന്മാരും ഒളിവിൽ പോയി. പരസ്യമായി യാത്ര ചെയ്യാനോ തിരുക്കർമ്മങ്ങൾ ചെയ്യുവാനോ ഉള്ള അവകാശം അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഒരു കാട്ടിലാണ് ഫാദർ പ്ലങ്കറ്റ് അഭയം തേടിയത്. പലപ്പോഴും പട്ടിണിയിലായിരുന്നു. എന്നാലും തങ്ങളുടെ അജഗണത്തെ വിട്ടുപോകാൻ പുരോഹിതന്മാരോ മെത്രാന്മാരോ തയ്യാറായിരുന്നില്ല. തുടർന്ന് കിലാട്രിയിലെ ഒരു ദേവാലയത്തിൽ അദ്ദേഹം അഭയം തേടി. 20,000 വരുന്ന ഫ്രഞ്ച് സൈന്യത്തോട് ചേർന്ന് ഭരണകൂടത്തിനെതിരെ പ്ലങ്കറ്റ് ഗൂഢാലോചന നടത്തുന്നതായി ചില വൈദികർ അദ്ദേഹത്തിനെതിരെ കുപ്രചാരണം നടത്തി. അതേ തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടി വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ 1679 ഡിസംബർ മാസം ഡബ്ലിനിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയാണ് ഉണ്ടായത്. പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു അദ്ദേഹത്തെ വിചാരണ നടത്തിയത്. ഫ്രാൻസുമായി ചേർന്ന് രാജാവിനെതിരെ രാജ്യദ്രോഹ നീക്കം നടത്തിയെന്നാരോപിച്ച് അവർ പ്ലങ്കറ്റിനെ തൂക്കിലേറ്റാനായി വിധിച്ചു. അങ്ങനെ 1681 ജൂലൈ മാസം 1-ാം തീയതി തന്റെ 55-ാമത്തെ വയസ്സിൽ പ്ലങ്കറ്റ് രക്തസാക്ഷിത്വം വരിച്ചു. 1975 ഒക്ടോബർ മാസം 12-ാം തീയതി പോൾ 6-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അയർലൻഡിന്റെ സമാധാനത്തിന്റെ മധ്യസ്ഥനാണ് അദ്ദേഹം. വിശുദ്ധന്റെ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിവസം നമുക്ക് അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.